സൗദി അറേബ്യയുടെ കുറഞ്ഞ ചിലവിലുള്ള വിമാന കമ്പനിയായ ഫ്ലൈ അഡിയിൽ ഇന്ത്യയിലേക്കുള്ള തങ്ങളുടെ ആദ്യ സർവീസ് പ്രഖ്യാപിച്ചു. ജൂലൈ 1 മുതൽ റിയാദിനും ഹൈദരാബാദിനും ഇടയിൽ പ്രതിദിന വിമാന സർവീസുകൾ ഉണ്ടാകും. ഇത് പ്രവാസികൾക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നതാണ്. സൗദി അറേബ്യയുടെ കുറഞ്ഞ ചിലവിലുള്ള വിമാന കമ്പനിയായ ഫ്ലൈ അദിയിൽ ഇന്ത്യയിലേക്കുള്ള തങ്ങളുടെ ആദ്യ സർവീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജൂലൈ 1 മുതൽ റിയാദിനും ഹൈദരാബാദിനും ഇടയിൽ പ്രതിദിനം വിമാന സർവീസുകൾ ഉണ്ടായിരിക്കും. സൗദി എയർലൈൻസിന്റെ സഹോദര സ്ഥാപനമായ ഫ്ലൈ അദിയിൽ 8 വർഷത്തിലേറെയായി വ്യോമയാന രംഗത്തുണ്ട്. 186 ഇക്കണോമി ക്ലാസ് സീറ്റുകളുള്ള A320 നിയോ വിമാനങ്ങളായിരിക്കും ഈ റൂട്ടിൽ പറക്കുക. ഇന്ത്യയിലേക്കുള്ള സർവീസ് വിപുലീകരിക്കുന്നതിന്റെ ആദ്യപടിയാണ് ഹൈദരാബാദ് വിമാനമെന്ന് ഫ്ലൈ അദിയിൽ ആക്ടിംഗ് CEO സഞ്ജീവ് കപൂറും വ്യക്തമാക്കിയിരുന്നു. രണ്ടാമതൊരു ഇന്ത്യൻ ലക്ഷ്യസ്ഥാനം ഉടൻ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. കൂടുതൽ ഗൾഫ് പ്രവാസികളുള്ള കേരളത്തിലേക്കായിരിക്കും ഈ സർവീസ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ കേരളത്തിലേക്ക് ഫ്ലൈ അഡിയിലിന് സർവീസ് ഇല്ല. മഹാരാഷ്ട്ര, ഡൽഹി എന്നിവിടങ്ങളിലേക്കും വൈകാതെ സർവീസ് ആരംഭിക്കുമെന്നാണ് സൂചന. 46 എയർബസ് A320 വിമാനങ്ങളുള്ള ഈ എയർലൈൻ റിയാദ്, ജിദ്ദ, മദീന, ദമാം എന്നിവിടങ്ങളിൽ നിന്ന് സർവീസ് നടത്തുന്നുണ്ട്. സൗദി ഗ്രൂപ്പിന്റെയും ഫ്ലൈ അദിൽ കമ്പനിയുടെയും ദീർഘകാലത്തേക്കുള്ള പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രധാന രാജ്യമാണ് ഇന്ത്യ. 1964 മുതൽ സൗദി ഗ്രൂപ്പ് ഇന്ത്യയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് സഹസ്ഥാപനവും ഇന്ത്യയിലേക്ക് സർവീസ് വിപുലീകരിക്കുന്നത്. നിരക്ക് കുറഞ്ഞ കാര്യക്ഷമമായ സർവീസാണ് കമ്പനി ഉറപ്പാക്കുന്നതെന്നും പറയുന്നുണ്ട്. കുവൈത്തിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വീണ്ടും സർവീസ് ആരംഭിക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. അടുത്ത മാസം സർവീസ് തുടങ്ങുമെന്നാണ് വിവരം. ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നിർത്തിവെച്ചതായിരുന്നു സർവീസുകൾ. നിലവിൽ കുവൈത്തിലുള്ളവർ സൗദി വഴിയാണ് വിമാനയാത്ര നടത്തുന്നത്. ആദ്യം ഒരു സർവീസ് ആരംഭിക്കാനാണ് സാധ്യത. പിന്നീട് സാഹചര്യങ്ങൾ പരിശോധിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. യുദ്ധ സാഹചര്യം അകലുന്ന വേളയിലാണ് വീണ്ടും യാത്ര തുടങ്ങാൻ ആലോചന വരുന്നത്. പുലർച്ചെ 4-നും രാത്രി 10-നും ഇടയിലായിരിക്കും ആദ്യ സർവീസ് എന്നാണ് റിപ്പോർട്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.